നോർമൽ മോഡിലുള്ള ഒരു ഇമേജിനെ എങ്ങനെ നമുക്ക് വേണ്ട രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കാം എന്ന് നോക്കാം. ഇതിനായി ചാറ്റ് GPT അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി തുടങ്ങിയ ഏതൊരു AI ആപ്ലിക്കേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ AI ആപ്പുകളിൽ നാം കൊടുക്കുന്ന പ്രോംപ്റ്റ് അഥവാ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇത്തരം ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള ഒരു പ്രോംപ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. KineMaster ഓപ്പൺ ചെയ്യാം. ഒരു പുതിയ പ്രോജക്റ്റിനായി ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ഇവയിൽ നിന്നും 3:4 എന്ന ഈ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് കൊടുക്കുക. ഇമേജ് അസസിൽ നിന്നും ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുക. ലെയർ ഓപ്ഷനിൽ നിന്നും ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കൊടുക്കുവാൻ പോകുന്ന ഇമേജിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരേണ്ടതെന്ന് നിങ്ങളുടെ ഭാഷയിൽ തന്നെ എൻ്റർ ചെയ്യുക. ഇവിടെ ഇമേജിൽ വരുത്തേണ്ട മാറ്റങ്ങളുടെ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ലിസ്റ്റ് അഥവാ പ്രോംപ്റ്റ് തയ്യാറായിട്ടുണ്ട്. സെലക്ട് ഓൾ കൊടുക്കുക. ട്രാൻസ്ലേറ്റ് കൊടുക്കുക. നാം കൊടുത്ത പ്രോംപ്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ വന്നിട്ടുണ്ട്. പ്രോംപ്റ്റ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് പ്രോംപ്റ്റ് കോപ്പി ചെയ്യുക. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ക്ലോസ് ചെയ്യാം. ചാറ്റ് GPT ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൂടെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ചാറ്റ് GPT ഓപ്പൺ ചെയ്യാം. ഇമേജ് ആഡ് ചെയ്യുന്നതിനായി ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഇമേജ് സെലക്ട് ചെയ്യുക. ആസ്ക് ചാറ്റ് GPT ഇവിടെ ഇപ്പോൾ നാം കോപ്പി ചെയ്ത ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഈ അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം കൊടുത്ത പ്രോംപ്റ്റിന് അനുസൃതമായുള്ള ഇമേജ് തയ്യാറായിട്ടുണ്ട്. സേവ് കൊടുക്കുക. ഇമേജ് നിങ്ങളുടെ പിക്ചേഴ്സ് ഫോൾഡറിൽ സേവ്ഡ് ആയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് KineMasterലേക്ക് തിരികെ എത്താം. ഈ പ്രോംപ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക. നിങ്ങളുടെ പിക്ചേഴ്സ് ഫോൾഡറിൽ നിന്നും ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത ഇമേജ് ഓപ്പൺ ചെയ്യുക. സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള പാർട്ടിക്കിൾ വീഡിയോ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണുക. ഓപ്ഷൻ ബാറിൽ നിന്നും സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. റെക്ടാങ്കിൾ കൊടുക്കുക. ഓപ്ഷൻ ബാറിൽ നിന്നും ബ്ലെൻഡിംഗ് സെലക്ട് ചെയ്യുക. ഇവയിൽ നിന്നും ബ്ലെൻഡിംഗ് ഒപ്പാസിറ്റിയായി സ്ക്രീൻ സെലക്ട് ചെയ്യുക. ഈ ഓഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയ്ക്ക് അനുയോജ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ മ്യൂസിക് സെലക്ട് ചെയ്യാം. ഈ പ്ലസ് സിംബലിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത മ്യൂസിക് ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യുക. മുകളിലത്തെ 2 ലെയറുകളുടെയും ഡ്യൂറേഷൻ കുറച്ചു ദൂരം എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ എല്ലാ ലെയറുകളുടെയും ഡ്യൂറേഷൻ വീഡിയോയ്ക്ക് വേണ്ട ലെങ്തിലേക്ക് മാത്രമായി ട്രിം ചെയ്ത് വെക്കുക. ടൈം ലൈനിന് മുന്നിലെത്തി വീഡിയോ പ്ലേ ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു.